ചൂടായാലും തണുപ്പായാലും വെയിലായാലും മഞ്ഞായാലും തുമ്മിക്കൊണ്ടിരിക്കുന്ന എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ? അതിൻ്റെ ഇടയിലാണ് ഏട്ടനെ മുടി ശ്രദ്ധിച്ചത്. വളർന്നങ്ങ് പന്തലിച്ച് കിടക്കുന്നുണ്ട്. അലർജി പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു പൊടി തട്ടിയാൽ അപ്പം തുമ്മിക്കൊണ്ടിരിക്കും. നല്ല ചെമ്മീൻ മുളകൊക്കെ പെരക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വലിയ ചെമ്മീനാണ്. അത് കൈയോടെ അങ്ങ് ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട്. വല്ല പനിയെങ്ങാനും പിടിച്ചാൽ നമുക്ക് മൂടി പോച്ച് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കാം. ഈ ജലദോഷം ഉണ്ടല്ലോ, ഒരു വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും. ബാക്കിയുള്ള ചെമ്മീൻ നല്ല മാങ്ങയൊക്കെ ഇട്ട് കറി വെച്ചിട്ടുണ്ട്. അതിന് നേരത്തെ കുറച്ച് പുളിപ്പ് കുറവായിരുന്നു. പുളിപ്പ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. പുളിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഏട്ടൻ അവിടെ എന്തോ ഒരു ക്നാപ്പ് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി കഴുകാനുള്ള എന്തോ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്താന്ന് ചോദിച്ചാൽ പറഞ്ഞിരുന്നില്ല. അതാ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സംഭവം കണ്ടിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മക്കും എനിക്കും കാണിച്ചു തന്നു എങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി യാമിക്കുട്ടിയുടെ ഫുഡ് റെഡിയാക്കണം. നമ്മുടെ മുറ്റത്ത് ഒരു ചീര മുളച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ഇല ഞാൻ പറിക്കുന്നുണ്ട് യാമിക്കുട്ടിക്ക് ഫുഡാക്കാൻ വേണ്ടിയിട്ട്. പരിപ്പും മത്തനും ഇലയും എല്ലാം കൂടെ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു കൊറിയർ വന്നു. ഞാൻ കുറച്ച് പാൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് നമുക്ക് നൈറ്റി ഫ്രോക്കിൻ്റെ ഒക്കെ അടിയിൽ ഇടാൻ വേണ്ടി പറ്റിയ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള 5 പാൻസാണ് വരുന്നത്. വ്യത്യസ്ത കളറിലായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാനൊരു 2-3 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന സെയിം സാധനങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ മേലെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അങ്ങനെ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇന്ന് കുറേ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ.